പുതുപ്പള്ളിയിൽ വികസനമില്ല എന്ന് പറഞ്ഞ് എതിർകക്ഷികൾ ഏറെ കുറ്റപ്പെടുത്തുന്ന പാറേക്കടവ് പാലത്തിൻ്റെ സമയമാണ് ഞങ്ങളിപ്പോൾ. ഈ വികസനമില്ല എന്ന് പറഞ്ഞ് ഈ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തെ അപമാനിക്കുമ്പോൾ ഈ പാലത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വാസ്തവം നിങ്ങൾക്കറിയണ്ടേ? നൂറുകണക്കിന് ആൾക്കാർ അക്കരയ്ക്കും ഇക്കരയ്ക്കും പൊയ്ക്കൊണ്ടിരുന്ന ഈ മീനച്ചിലാറ്റിലെ പാറേക്കടവിലെ അതുപോലെ തന്നെ നന്ദിയാട്ട് കടവുമായിട്ട് പാറേക്കടവും നന്ദിയാട്ട് കടവുമായിട്ട് ബന്ധിപ്പിക്കുന്ന കടത്ത് നിന്ന് പോയതിൻ്റെ വെളിച്ചത്തിൽ നാട്ടുകാരായ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ബഹുമാന്യനായ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് അപേക്ഷ സമർപ്പിക്കുകയും ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ തന്നെ പറഞ്ഞ് തൂക്കപാലം വേണ്ട, അന്നത്തെ റവന്യൂ മന്ത്രിയും അതിനകത്ത് അത്തരം ഒരു അഭിപ്രായത്തിൽ വരികയും അങ്ങനെ വീണ്ടും നമ്മളെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമുക്കൊരു ചെറിയ വാഹനം, അതായത് ആംബുലൻസ് കടന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു പാലം നമുക്ക് നിർമ്മിക്കാം എന്ന അഭിപ്രായം വരികയും അങ്ങനെ 4 മീറ്റർ വീതിയിൽ 80 മീറ്റർ നീളത്തിൽ ഒരു പാലത്തിന് അനുവാദം തരികയും, അതായത് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് ആ പാലം പണിയാനായിട്ടുള്ള അനുവാദം തന്നത്. അന്ന് ഈ കോൺട്രാക്റ്റ് എടുത്ത ആൾ പറഞ്ഞു, ഞങ്ങൾ 2016 ഫെബ്രുവരി 28 കല്ലിടുന്നത്, 6 മാസം കൊണ്ട് പാലത്തിൻ്റെ പണി പൂർത്തിയാക്കിക്കൊള്ളാം എന്ന് അവർ ഉറപ്പ് തന്നിരുന്നു. പക്ഷേ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മെയ് ഇലക്ഷൻ വന്നു, LDF സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോഴത്തേക്ക് ഈ ഇത്രയും പണി നടന്നു കഴിഞ്ഞു. തുടർന്ന് വന്ന LDF സർക്കാർ ഇവർക്ക് പാർട്ട് ടൈം ബില്ല് പോലും കൊടുക്കാത്ത സാഹചര്യം വന്നു. ഫണ്ട് മരവിപ്പിച്ചു, പണിയാൻ പറ്റാത്ത സാഹചര്യത്തിലെത്തുകയും അവസാനം അവർ കോടതിയെ സമീപിച്ചാണ് കുറച്ച് പണം കിട്ടി. ബാക്കി പണത്തിന് വേണ്ടിയിട്ട് അവർ സർക്കാർ ജംഗമവസ്തുക്കൾ ജപ്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിർമ്മിതി കേന്ദ്രമാണ് ഇതിൻ്റെ പണി നടത്തിയത്, അവരുടെ ചുമതല ഏൽപ്പിച്ചിരുന്നത്. ഏതാണ്ട് 10 കോടി രൂപ അന്ന് കലക്ടറുടെ ഫണ്ടിൽ ഇതിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരുന്നു. പത്തനംതിട്ട കലക്ടറുടെ പേരിലാണ് നീക്കി വെച്ചത്. പക്ഷേ ഗവൺമെൻറ് മാറിക്കഴിഞ്ഞപ്പോഴത്തേന് യാതൊരു പണിയും നടക്കാൻ അനുവാദം കൊടുക്കാതെയും അതുപോലെ തന്നെ ചെയ്തതിൻ്റെ പൈസ കൊടുക്കുകയും ചെയ്യാതെ വന്നപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി. 16 കഴിഞ്ഞ് ഇപ്പോൾ 7 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഒത്തിരിയേറെ സമരങ്ങൾ ഏർക്കൊന്ന വികസന സമിതിയുടെ പേരിൽ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ, അതുപോലെ തന്നെ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പല സമരങ്ങളും ഇവിടെ നമ്മൾ നടത്തുകയുണ്ടായി. പക്ഷേ നമുക്ക് ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം അവർ സഹായിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അന്ന് നമ്മുടെ സുരേഷ് കുറുപ്പ് MP ആയിരുന്നു, അക്കരത്തെ ജനപ്രതി MP ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം MLA ആയിരുന്നു. കഴിഞ്ഞിപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വാസവൻ അക്കരത്തെ, അതായത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന പ്രദേശത്തെ മന്ത്രിയാണ്. അവർക്കൊക്കെ നിവേദനം കൊടുത്തിട്ട് യാതൊരു നടപടിക്രമവും നടത്തിയില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് മുഴുവൻ UDFൻ്റെ വികസന മുരടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു കാര്യം പറയുന്നത്. ആ പാലം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ആൾക്കാർ വന്നപ്പോഴത്തേന് ഈ പാലം കയറി വന്നതാണ്. ഇപ്പോഴത്തെ ഇടതുപക്ഷക്കാർ കയറി വന്നപ്പോൾ ആ പാലം ഇല്ല, കീഴോട്ട് പോവുക. 2016 പണി തുടങ്ങിയ പാലമാണ്. ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്നൊരു പാലമാണ്. അത് 2017 സർക്കാർ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇടതുപക്ഷ സർക്കാർ ഫണ്ട് കൊടുക്കാതെ വന്ന് നശിച്ച് നാരായണക്കാലായിരിക്കുന്നൊരു പാലമാണ്. ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമായി കാണുമല്ലോ, LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഫണ്ട് അനുവദിക്കാതെ പൂർത്തീകരിക്കാതെ കിടക്കുന്നൊരു പാലമാണിത്. ഇതെല്ലാം ബഹുമാനായ ഞങ്ങളുടെ അന്തരിച്ച MLAയുടെ മുകളിൽ ചാർത്തി പുതുപ്പള്ളിയിൽ വികസനം കൊണ്ടുവന്നില്ല എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്.